മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ് ആസൂത്രകനെന്ന് ആവർത്തിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ. കെജ്രിവാളിന് ജാമ്യം നൽകിയ ഉത്തരവിൽ ഗുരുതര വീഴ്ചയുണ്ടെന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ഇഡി വ്യക്തമാക്കുന്നു. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ആർ.കെ. കെജ്രിവാളിന് മോചനം സാധ്യമാകുമോ എന്നുള്ള കാര്യത്തിൽ എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് തീരുമാനം വരാൻ പോകുന്നു. എന്താണ് ഈ ഹർജിയിൽ ഇഡി ചൂണ്ടിക്കാട്ടുന്നത്? ആർ.കെ. ഇ ഡി ഏറ്റവും പ്രധാനമായിട്ടും ഈ ജാമ്യ അനുവദിച്ച ഉത്തരവിനെ എതിർത്തുകൊണ്ട് സമർപ്പിച്ച അപ്പീലിൽ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആസൂത്രകൻ അഥവാ കിൻ പിൻ അത് അരവിന്ദ് കെജ്രിവാളാണ് എന്നുള്ളതാണ്. അരവിന്ദ് കെജ്രിവാളാണ് രേഖകൾ ഇല്ലാതാക്കി എങ്ങനെയാണ് ഈ കുറ്റകൃത്യം ചെയ്യേണ്ടത് എന്ന പ്ലാനിംഗ് അടക്കം തയ്യാറാക്കിയിട്ടുള്ളത്. നൽകിയിരിക്കുന്ന മൊഴികളിലെ വിവരങ്ങൾ അത് തെളിവുകളായി ഇല്ല എന്ന വാദം കോടതി സ്വീകരിച്ചതിനെ ഇ ഡി ചോദ്യം ചെയ്യുന്നു. കാരണം ഈ മൊഴികളിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളെല്ലാം പൊതുരേഖകളിൽ നിന്ന് വസ്തുതയാണ് എന്ന് തെളിയിക്കാൻ സാധിക്കുന്നതാണ് എന്നതാണ് ഇ ഡിയുടെ വാദം. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൈപ്പറ്റിയ കൈക്കൂലി, അതുമായി ബന്ധപ്പെട്ടിട്ട് ഇത് വിനിയോഗിച്ച രീതി, ഇവയുടെ എല്ലാം പ്രതിഫലനം പൊതുരേഖകളിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ വേഗത്തിൽ വ്യക്തതയിലേക്ക് എത്താൻ സാധിക്കും. അന്വേഷണം നീളുന്നു എന്നുള്ളത് തെളിവുകൾ നൽകാനായിട്ടും നശിപ്പിക്കാനായിട്ടും പ്രതികൾ കാട്ടിയ വ്യഗ്രതയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിധത്തിൽ ഈ അന്വേഷണത്തിൽ ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് വൈകൽ ഉണ്ടാകുന്നു എന്നതിൽ അടിസ്ഥാനമില്ല. ഏതാണ്ട് 9 തവണയിലധികമാണ് അരവിന്ദ് കെജ്രിവാൾ ഹാജരാകാതിരുന്ന മാസങ്ങളോളം ഈ കേസിന്റെ അന്വേഷണ നടപടികളെ വൈകിപ്പിച്ചത്. അദ്ദേഹം ഹാജരാകാതിരുന്നത് ഒരു തന്ത്രത്തിന്റെ ഭാഗമായാണ്. തെളിവുകൾ നശിപ്പിക്കുക എന്നതുകൂടിയായിരുന്നു ഇതിന്റെ ഒരു ബാക്കി പത്രമായിട്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നശിപ്പിക്കാൻ ശ്രമിച്ച തെളിവുകളെ പോലും വീണ്ടെടുക്കാനായിട്ടുള്ള നടപടികളാണ് ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ പ്രതി പുറത്ത് ഇറങ്ങിയാൽ അത് തെളിവ് നശിപ്പിക്കാനായിട്ടുള്ള കാരണമാകും. രാഷ്ട്രീയമായിട്ട് പോലും ഇ ഡിയെ ഭീഷണിപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നതുൾപ്പെടെയുള്ള ഏറെ ഗുരുതരമായിട്ടുള്ള വാദങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഇ ഡി ഏതാണ്ട് 1300ഓളം പേജ് വരുന്ന അപ്പീൽ ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ശരി, ആർ രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്.